ഹായ്, വാച്ച് വിത്ത് അഞ്ജലിക്കുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ കക്കോടിക്കടുത്തുള്ള ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മൾ ബോട്ട് യാത്ര നടക്കുന്നത്. ഇത് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഒരു 14 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് കേട്ടോ സ്ഥലം. നമുക്ക് എത്തിപ്പെടാനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ചാർജ് വരുന്നത് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. നമുക്ക് 30ഓളം പേർക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം കേട്ടോ, ഈ ഒരു ശിക്കാരി ബോട്ടിലേക്ക്. ഇവർക്ക് തന്നെ പെഡൽ ബോട്ടും ഹൗസ് ബോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനത്തെ ടൈപ്പ് എത്ര മണിക്കൂറിലാണ് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതനുസരിച്ചിട്ട് ഏർപ്പാടൊക്കെ അനുസരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല സ്പീഡായിട്ട് പോകുന്ന ടൈപ്പ് ബോട്ടുകളിന് അതിൻ്റെ റേറ്റ് കാര്യം എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോപ്പി റൈറ്റ് അടിക്കുന്നത് വെച്ചതുകൊണ്ടാണ് ഞാൻ പാട്ട് ഇതിൽ പ്ലേ ചെയ്യാത്തത് കേട്ടോ. നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ പുറമെ ഒരു 2 മക്കളുണ്ടായിരുന്നു, ഒരു ചേച്ചി ഒരു മോളും. അവർക്ക് ശരിക്കും അപ്പുറത്തെ ബോട്ടിൽ ഹൗസ് ബോട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ അവരെത്താൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ കൂടെയുള്ളവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ വന്നിട്ട് വേണം അവർക്ക് ഈ ബോട്ടിലോട്ട് കയറാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൽ നിന്ന് വേറൊരു ബോട്ടിലേക്ക് ആൾക്കാർ മാറുന്നത്. ഞാൻ ഫീൽ ചെയ്യാൻ പോകണമെന്ന് കാണാനും പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാ അടുത്തടുത്ത് ടച്ചായി. അപ്പോൾ അവിടുത്തെ ബോട്ടിലത്തെ ആൾക്കാർ ഇതാ നമ്മുടെ ബോട്ടിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് കയറും വെച്ച് കെട്ടിവഴിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി മോളാണ് ആ ബോട്ടിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകുന്നത് കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു റെസിഡൻഷ്യലിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ്. അപ്പോൾ അവർ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയുള്ള ബോട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും റൂമും അങ്ങനെ ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആലപ്പുഴയിലേക്ക് എത്താൻ ദൂരമുള്ള ആൾക്കാർക്ക് ഒന്നും പേടിക്കേണ്ട, നമുക്ക് കോഴിക്കോട് തന്നെ ഉണ്ട് അടിപൊളി ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ അവരെ കയറ്റി വിട്ടിട്ട് ആ ബോട്ട് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും വേറൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജസ്റ്റ് ബോട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുങ്ങി നോക്കി, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ആ ബോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ മീൻ പിടിക്കുന്ന ഫിഷിങ്ങിൻ്റെ ടൂലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊക്കെ ശരിക്കും ഒരു വടിയുമ പ്ലാസ്റ്റിക്കിൻ്റെ നങ്കൂസും കുത്തി വല്ല മണ്ണിരനൊക്കെ തൂക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ടൈപ്പ് നല്ല അടിപൊളി സെറ്റപ്പോടെ കൂടിയിട്ടുള്ള ചൂണ്ടയെ കാണുന്നത്. അപ്പോൾ ഈ ചൂണ്ടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പത്തൊക്കെ കണ്ടില്ലേ ഒരു തവളയുണ്ട്. അത് ഒറിജിനൽ തവളയല്ല കേട്ടോ, അതൊരു സിലിക്കൺ റബ്ബർ ടൈപ്പ് തവളയാണ്. പിന്നെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും അതേപോലെ തന്നെ കുട്ടികളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞങ്ങൾക്ക് മീനിനെ പിടിക്കണം, ഞങ്ങൾ ഷാർക്കിനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഷാർക്കൊന്നും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ചൂണ്ടയിൽ നിന്ന് മീൻ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ കുട്ടികളായാലും നല്ല എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ അതിൻ്റെ കപ്പിക്കൊക്കെ നല്ല മുറിച്ച് കയ്യിലൊക്കെ ഒന്ന് കൂടി കഴിഞ്ഞാൽ നല്ല കോറൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല റേറ്റുമുള്ള ഒരു ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ചൂണ്ടയാണത്. കണ്ടില്ലേ തവള. അപ്പോൾ നമുക്ക് മീനെ കിട്ടുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ബോട്ട് യാത്രയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മീൻ ചൂണ്ടയിടകളിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ചൂണ്ടയിട്ട് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ ചേട്ടനാണ്. അപ്പോൾ നമ്മളത് ആ ബോട്ടിങ്ങിൽ കൂടെ ഇങ്ങനെയൊരു കാര്യം കൂടി എൻ്റർടൈൻമെൻറ്റിങ് ആയിട്ടുള്ള കാരണം വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കും ഒന്ന് മീൻ പിടിച്ച് നോക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ഇട്ട് നോക്കി, പക്ഷേ ഇതുവരെയായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കും അതേപോലെ തന്നെ ഈക്വലി ഉണ്ട്. പക്ഷേ നല്ല പേടിയുണ്ട്, തെറ്റത്തൊക്കെയാണ് പിള്ളേർ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് നല്ല കിലോമീറ്റേഴ്സിലേക്ക് ഇങ്ങനെ ചൂണ്ട പോകും കേട്ടോ. പിന്നെ നമ്മളതൊന്ന് ഒരു പോലത്തെ ഒരു കമ്പിണ്ട്, അത് മേലേക്ക് സ്റ്റെക്കാക്കിയാലാണ് അതവിടെ നിൽക്കുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും അതേ ഈക്വലി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ബോട്ട് യാത്ര. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു രസമാണ്. അല്ലെങ്കിൽ നോർമലി ബോട്ടിലിരിക്കുക, പാട്ട് പാടുക, ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളുണ്ടാവുക. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് ഈ ഒരു മീൻപിടുത്തം കൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. നല്ല ലെങ്ത്തിൽ പോവുകയും ചെയ്യും. നല്ല ഒരു ഈവനിങ് ആയിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നല്ലൊരു വളവ് തോന്നും. നമ്മളിങ്ങനെ കയറ്റി പിടിക്കണം, അപ്പോഴാണ് നമുക്കൊരു ബെൻഡിങ്ങനെ വലിയ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ പിള്ളേരത് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചൂണ്ടയുടെ എന്തെങ്കിലും കിട്ടിയോ, ഷാർക്കിനെ കിട്ടിയോ, അവന് വലി കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നാലെ മോളും ഉണ്ടായിരുന്നു. അവർ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ആ തെറ്റൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കൊടുന്ന ചെറിയ ചെറിയ സ്നാക്സൊക്കെ നമ്മളെല്ലാവരും കഴിച്ച് നിൽക്കായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റിലെ ബോട്ടുകാരുമായിട്ട് നമ്മൾ ഹായ് ബൈ കാറ്റൊക്കെ പറഞ്ഞ് അവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം നമ്മളൊരു റീലിട്ട് നമ്മൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്സ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൺ വോയിസ് പറയുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.